വിദ്യാർത്ഥികൾക്കെതിരെ കേസെടുക്കില്ല എന്ന് നൽകിയ ഉറപ്പിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്മാറുന്നുവെന്ന് കോക്രോച്ച് ജനതാ പാർട്ടി. വിദ്യാർത്ഥികൾക്ക് നിയമസഹായം നൽകാനും പാർലമെന്റ് മാർച്ചിൽ അതിക്രമം നടത്തിയ പോലീസുകാരുടെ ദൃശ്യങ്ങൾ ശേഖരിക്കാനും വെബ്സൈറ്റുകൾ കോക്രോച്ച് ജനതാ പാർട്ടി ആരംഭിച്ചു. സമരത്തിൽ പങ്കെടുത്തവർക്ക് നിയമസഹായം ഉറപ്പാക്കാനുള്ള പ്രവർത്തനങ്ങളിലേക്ക് മുതിർന്ന അഭിഭാഷകനും എംപിയുമായ കപിൽ സിബൽ 1 കോടി രൂപ സംഭാവന നൽകി. കോക്രോച്ച് ജനതാ പാർട്ടി ഡൽഹി ജന്തർ മന്ദിറിൽ നടത്തിവന്ന സമരം അവസാനിച്ചെങ്കിലും വിദ്യാർത്ഥികൾക്ക് നൽകിയ ഉറപ്പുകൾ കേന്ദ്ര സർക്കാർ പാലിക്കുന്നില്ല എന്നാണ് ഇപ്പോൾ CJP ആരോപിക്കുന്നത്. സമരത്തിൽ പങ്കെടുത്തവർക്കെതിരെ കേസുണ്ടാകില്ല എന്ന് 2 കേന്ദ്രമന്ത്രിമാരും CJP വക്താക്കളും പങ്കെടുത്ത ചർച്ചയിൽ ധാരണയായതാണ്. എന്നാൽ ഇക്കാര്യം രേഖാമൂലം സർക്കാർ എഴുതി നൽകിയിട്ടില്ല. പകരം ഇപ്പോഴും രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും വിദ്യാർത്ഥികൾക്കെതിരെ കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നുണ്ട് എന്നാണ് CJP വക്താക്കളുടെ ആരോപണം. साक्षी नाम का प्लेटफॉर्म हम लोगों ने लॉन्च किया है. जिनके पास भी पिक्चर्स है और वीडियोस है उनके साथ हो रहे ब्रुटैलिटी का उस दिन के रिलेटेड या उसके बाद भी अपलोड करें, अपना स्टोरी लिखे. കേസിലകപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് നിയമസഹായം നൽകുന്നതിനായി ഒരു പോർട്ടലും CJP ആരംഭിച്ചിട്ടുണ്ട്. കപിൽ സിബൽ ഇതിലേക്ക് ആദ്യപടിയായി 1 കോടി രൂപ നൽകി. രാജ്യത്തിന്റെ ഏത് ഭാഗത്തും അന്യായമായി രജിസ്റ്റർ ചെയ്യപ്പെടുന്ന കേസുകളിൽ താൻ വിദ്യാർത്ഥികൾക്കൊപ്പം ഉണ്ടാകുമെന്ന് കപിൽ സിബൽ ഉറപ്പു നൽകി. कोई मुकदमा कोई डालेगा कोई भी सरकार तो हम फिर उसके लिए एक व्यवस्था बनाएंगे ताकि वहाँ कुछ हमारे वकील खड़े हो सके. പോലീസുകാർ വിദ്യാർത്ഥികൾക്ക് നേരെ നടത്തിയ അതിക്രമങ്ങൾ റിപ്പോർട്ട് ചെയ്യാനായി സാക്ഷി എന്ന പേരിൽ ഒരു വെബ്സൈറ്റും CJP ആരംഭിച്ചിട്ടുണ്ട്. ദൃശ്യങ്ങളായോ ഫോട്ടോകളായോ പോലീസുകാരുടെ അതിക്രമങ്ങൾ അതിലേക്ക് അപ്ലോഡ് ചെയ്യാനാണ് വിദ്യാർത്ഥികൾക്ക് CJP നൽകിയിരിക്കുന്ന ആഹ്വാനം. ബീഹാറിൽ സംഘർഷത്തിനിടെ AK-47 ഉപയോഗിച്ച് വിദ്യാർത്ഥികൾക്ക് നേരെ വെടിയുതിർത്ത പോലീസ് ഉദ്യോഗസ്ഥന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. ഇതിന് പിന്നാലെ ഈ പോലീസ് ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അസമിൽ മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ള 10 പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നാണ് CJP ആരോപിക്കുന്നത്. പ്രത്യേക മതവിഭാഗത്തിനെതിരായ അന്വേഷണവും കേസുകളും അസമിൽ വർദ്ധിക്കുന്നുണ്ട് എന്നും CJP കുറ്റപ്പെടുത്തി. അതേസമയം സമരത്തിൽ പങ്കെടുത്ത് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജായ സോനം വാങ്ചുക്ക് ഇന്ന് ആദ്യം പോയത് രാജ്ഘട്ടിലേക്കാണ്. ഭാര്യ ഗീതാഞ്ജലി ആഗ്മോയ്ക്കൊപ്പം രാജ്ഘട്ടിലെത്തിയ സോനം വാങ്ചുക്ക് ഗാന്ധി മാർഗത്തിലൂടെ ഇപ്പോഴും അവകാശങ്ങൾ നേടിയെടുക്കാൻ സമരം ചെയ്യാമെന്നും അത് വിജയം കാണുമെന്നും തെളിയിക്കപ്പെട്ടതായി മാധ്യമങ്ങളോട് പറഞ്ഞു. कबूल होने के बाद इसका इलाज हो तो हमारा देश एक बेहतर देश बनेगा, जो कि मेरे ख्याल से शुरू हो रहा है. अभी इस पे चर्चा चल रही है. ഡൽഹി ജന്തർ മന്ദിറിൽ സമരം ചെയ്ത വിദ്യാർത്ഥികൾക്ക് പിന്തുണയുമായി SFI രംഗത്തെത്തിയിട്ടുണ്ട്. സമരത്തിൽ പങ്കെടുത്ത് വിജയിച്ച വിദ്യാർത്ഥികൾക്കായി ഒരു സ്വീകരണ പരിപാടിയും ഡൽഹിയിൽ SFI സംഘടിപ്പിച്ചിരുന്നു. ക്യാമറാമാൻ വൈശാഖ് ജയപാലിനൊപ്പം വിഷ്ണു പ്രസാദ്, മാതൃഭൂമി ന്യൂസ്, ഡൽഹി.